നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തെല്ലാം മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ലെറ്റ് ഗോ ഓഫ് ഫാൾസ് ഈഗോ ആണ്. ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അഹങ്കാരം, അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ്, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറി നേരായ മാർഗത്തിൽ ചിന്തിക്കുക എന്നാണ് പറയുന്നത്. ഈ ഈഗോ നിങ്ങളെ നാച്ചുറലായി ഒഴുകുന്ന ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷന് വഴിയൊരുക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. യഥാർത്ഥ ആത്മീയ വളർച്ച എന്നത് എളിമത്വത്തിൽ നിന്നും അതുപോലെ തന്നെ ആത്മസമർപ്പണത്തിൽ നിന്നുമാണ് വരേണ്ടത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈഗോയ്ക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്ത കാർഡ് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നിങ്ങൾ ശ്രദ്ധാലുക്കളും അതുപോലെ തന്നെ ബോധവാന്മാരും ആകുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. നിങ്ങൾ പാസ്റ്റിലേക്ക് മനസ്സിനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ അനുവദിക്കാതെയും അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ആകുലപ്പെടാതെയും നിങ്ങൾ പ്രസന്റിൽ ജീവിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത്. നിങ്ങളെ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്കും അനാവശ്യമായ മിസ്റ്റേക്സ് ലൈഫിൽ നിന്നും ഒഴിവാക്കുന്നതിലേക്കും നയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഈ പ്രസന്റിലായിട്ട് ജീവിക്കുന്നത് ഇത്തരത്തിലോട്ട് കണക്റ്റ് ആവുന്നതിന് സഹായിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അടുത്തത് അബണ്ടൻസ് ആണ്. നിങ്ങൾ അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും അതുപോലെ പലതരത്തിലുള്ള അവസരത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളിലെ തന്നെ ആന്തരിക വളർച്ചയുടെയും ഒരു സൈക്കിളിലേക്ക്, ഒരു ഫേസിലോട്ട് നിങ്ങൾ കടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. ഈ അബണ്ടൻസ് നിങ്ങൾക്ക് ഭൗതിക സമ്പത്ത് മാത്രം തരുന്നത് അല്ല, മറിച്ച് വൈകാരികവും ആത്മീയപരവുമായ ഒരു വളർച്ച കൂടി നിങ്ങൾക്ക് തരുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്താണോ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് അത് നിങ്ങളിലോട്ട് ഭഗവാൻ തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അപ്പോൾ ആ അബണ്ടൻസ് നിങ്ങളിലോട്ട് സ്വീകരിക്കാനായി നിങ്ങൾ തയ്യാറാവുക. മെൻ്റൽ ബ്ലോക്കേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഈഗോ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങൾ പ്രസൻറ്റ് മൈൻഡിൽ നിലനിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഈ അബണ്ടൻസ് എത്രയും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അടുത്ത മെസ്സേജ് മേക്ക് ദ റൈറ്റ് ചോയ്സ് ആണ്. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അറിവിൻ്റെയും ബുദ്ധിപരമായ വീക്ഷണങ്ങളിലൂടെയും മാത്രമായിരിക്കണം. അത് മായയിൽപ്പെട്ടോ അല്ലെങ്കിൽ അഹങ്കാരത്തോടെയോ വ്യക്തതയില്ലാതെയോ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾ ധർമ്മത്തിൽ അടിയുറച്ച് എളിമത്വത്തോടെ ചെയ്യുക. ക്ഷണനേരത്തേക്കുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈഗോയുടെ മേലെ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്ത ഗീത കാർഡിന് അണ്ടർസ്റ്റാൻഡിങ് ദ ഗീതയാണ്. ആത്മീയ ജ്ഞാനം നേടാൻ അർഹതയുള്ളവർ ഭഗവാനെയും അതുപോലെ ഭഗവാന്റെ അവതാര ലക്ഷ്യത്തെയും പരിപൂർണമായും ഉൾക്കൊള്ളുവാൻ കഴിവുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ സിൻസിയറായിട്ടുള്ള ഹാർട്ടിന് ഉടമകളാണ്. നിങ്ങൾക്ക് ആ സത്യത്തെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ഗീത മനസ്സിലാക്കുന്നതിലുപരി അതുപോലെ പഠിക്കുന്നതിനുമുപരി അതിലെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്തത് സാങ്ക്ടിഫൈഡ് ഫുഡാണ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഭഗവാനും കൂടെ സേവിച്ച് അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ കഴിക്കുന്നതിന് മുന്നേ ഭഗവാന് ഒന്ന് നിവേദിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്.
അതിലൂടെ നിങ്ങളുടെ കർമ്മ കുറേയേറെ പ്യൂരിഫൈ ആകുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഭഗവാന് നൽകുന്ന നിവേദ്യ സമർപ്പണത്തിലൂടെ നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും സഹായകമാകുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പം ഭക്ഷണം കഴിക്കുന്ന കാര്യം മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി ആയിരുന്നാലും ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനിൽ നിവേദ്യമായി കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക. അതിലൂടെ പാപകർമ്മങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത് ചെയ്യുന്ന എന്ത് പ്രവൃത്തിയായിരുന്നാലും ഭഗവാന് സറണ്ടർ ചെയ്ത് ചെയ്യുക എന്നാണ് പറയുന്നത്. അടുത്തത് ഹയസ്റ്റ് യോഗിയാണ്. വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഭഗവാനെ ആരാധിക്കുന്നവർ മറ്റ് യോഗികളെക്കാൾ യോഗ്യരാണ്. ഭഗവാനുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണ് ഇത്തരത്തിലുള്ളവർ എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് വരുന്നത്. നിങ്ങൾ അത്തരത്തിലൊരാളാണ്. നിങ്ങൾ ഭഗവാനുമായി അത്രയേറെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളും ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ യുണീക്കാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ആത്മാർത്ഥ ഭക്തി നിങ്ങളെ ഉന്നത ആത്മീയ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തരുന്നത്. അടുത്ത മെസ്സേജ് ഹൗ ടു അപ്രോച്ച് എ ഗുരു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എളിമയോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങളുടെ ഗുരുവിൽ നിന്ന് ഗൈഡൻസ് സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്ത മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഗുരു ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലൈഫിൽ ഗുരു ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനെ സ്വയം ഗുരുവായിട്ട് സങ്കല്പിക്കാം. അതുപോലെ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ തന്നെ ഒരു ഗൈഡൻസ് തന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ്. ഭഗവാൻ തന്നെ സ്വയം നിങ്ങളിൽ ഗുരുവായിട്ട് വർത്തിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ മെസ്സേജസ്. അപ്പോൾ ഈഗോ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതൊന്ന് മാറ്റുക. നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് തടസ്സം നിൽക്കുന്ന എന്ത് മനസ്സിലുള്ള ചിന്തകളാണോ അതെല്ലാം നിങ്ങൾ മാറ്റിക്കളയാൻ പറയുന്നുണ്ട്. പിന്നെ പ്രസന്റിൽ ജീവിക്കാൻ പറയുന്നുണ്ട്. അബണ്ടൻസ് നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാവുക. അർഹതപ്പെട്ടത് എന്താണോ അവനവന് അർഹതപ്പെട്ടത് ഭഗവാൻ തരും എന്നുള്ളൊരു ഉറപ്പാണ് ഇവിടെ തരുന്നത്. അതുപോലെ നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അത് ധർമ്മത്തിൽ അനുഷ്ഠിതമായി നിങ്ങൾ ആ സെലക്ഷൻ ചെയ്യുക എന്നാണ് പറയുന്നത്. അതുപോലെ ഗീതയിലെ തത്വങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഭഗവാന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാന് അർപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ പ്യൂരിഫൈ ആകുന്നതാണ്. നിങ്ങളുടെ കർമ്മയിൽ നിന്നും ഒത്തിരി മാറ്റം നിങ്ങളിലോട്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ ഹയസ്റ്റ് യോഗിയാണ്. ഹയസ്റ്റ് യോഗിയിൽ കൂടെ പറയുന്നത് മറ്റുള്ള വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഭഗവാനെ നിങ്ങൾ സേവിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ യുണീക്കായിട്ടുള്ള നിങ്ങൾ ഈ സാധാരണ യോഗികളെക്കാളും അതിശ്രേഷ്ഠരാണ് എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത്. അതുപോലെ തന്നെ ഗുരുക്കന്മാരെ റെസ്പെക്റ്റോടുകൂടിയും അവരെ ബഹുമാനിക്കാനും പഠിക്കുക, അവരിൽ നിന്ന് അറിവ് സമ്പാദിക്കുക. അതുപോലെ തന്നെ ഗുരുക്കന്മാരില്ലാത്തവരാണെങ്കിൽ നിങ്ങളിലൂടെ ഭഗവാൻ ഗുരുവായി തന്നെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് തന്ന് സഹായിക്കുന്നതാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.